ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂലോട്ട് സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ ആകെ മൊത്തം പൊട്ടിക്കരഞ്ഞിട്ട് ആശുപത്രിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണെങ്കിൽ നമ്മുടെ രേവതിയുടെ അമ്മയും അനിയനും അനിയത്തിയാണെങ്കിൽ രേവതിനെ കാണാനായിട്ട് ആശുപത്രിയിലേക്ക് വരുന്ന സമയത്ത് രേവതി ആണെങ്കിൽ ലക്ഷ്മിനെ കണ്ട വശം കെട്ടിപ്പിടിച്ചിട്ട് കരയാണ് കേട്ടോ. പിന്നീട് നമ്മുടെ ലക്ഷ്മിയാണെങ്കിൽ സച്ചിയോട് ചോദിക്കുകയാണ്, മോനെ ഇനി എന്ത് ചെയ്യൂടാന്ന് പറയുന്ന സമയത്ത് സച്ചിയാണെങ്കിൽ ലക്ഷ്മിയോട് പറയുകയാണ്, എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടമ്മേ, പോലീസ് എന്തായാലും ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങും, ഞാൻ തന്നെ അത് കണ്ടുപിടിക്കുമെന്ന് പറയണം കേട്ടോ. പിന്നീടാണെങ്കിൽ നമ്മുടെ രേവതിക്ക് ഒരു കോൾ വരികയാണ്. അത് മറ്റാരുമല്ല വിളിച്ചിരിക്കുന്നത്, രേവതി അഡ്വാൻസിൻ്റെ പൈസ കൊടുക്കേണ്ട ആ ഒരു പുള്ളിക്കാരനില്ല, ആ പുള്ളിക്കാരൻ വിളിച്ചിട്ട് പറയണത്, രേവതി ഇനി നീ അഡ്വാൻസ് തരേണ്ട ആവശ്യമില്ല, ആ പൈസ കിട്ടിയെന്ന് പറയണം. അപ്പോഴാണ് ഈ രേവതി ഞെട്ടിയിട്ട് ചോദിക്കണം കേട്ടോ, ആരാണ് ആ പൈസ തന്നത്, ഇത്രയും വലിയൊരു തുക എനിക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്ത് ആരാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, അത് ആരാണെന്ന് എനിക്കറിയില്ല, ഒരു പെണ്ണാണ് തന്നിട്ട് പോയി എന്നൊക്കെ പറയുകയാണ്. പിന്നീട് വീട്ടിലെത്തിയതിന് ശേഷം ഭയങ്കര ചർച്ചയാവണം കേട്ടോ. സച്ചിയുടെ കൂട്ടുകാരനില്ലേ ആ ഈച്ച, ആ പുള്ളിക്കാരനാണെങ്കിൽ പറയുകയാണ്, ആ പൈസ തന്നത് ആരാണെന്ന് എനിക്കറിയാമെന്ന് പറയണം. അപ്പോഴാണ് ഈ ചന്ദ്രമതി രവിയേട്ടൻ എല്ലാവരും ഞെട്ടുകയാണ്, അത് മറ്റാരും അല്ല, അത് ഇന്ന ആളാണെന്ന് ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും പ്രൊമോ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ അത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരു കൊച്ചു പ്രൊമോ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബും ചെയ്ത് ഹൈപ്പും കൂടി ചെയ്തിട്ട് പോകുക. കുറേ ആയി പ്രൊമോ റിവ്യൂ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ചെറിയൊരു തപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പ്രൊമോ റിവ്യൂയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, പഴയ സപ്പോർട്ട് നിങ്ങൾ തരണം.